നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഓരോ അണക്കെട്ടുകളും മഴക്കാലത്ത് വൻ ജലബോംബുകളായി മാറുകയാണ്. തമിഴ്നാട് കൈവശമാക്കിയ മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ കാര്യത്തിലുള്ള ജാഗ്രത കേരളത്തിനുള്ളിലെ മറ്റ് അണക്കെട്ടുകളുടെ കാര്യത്തിൽ എന്തുകൊണ്ട് സംസ്ഥാന സർക്കാരിന് ഉണ്ടാകുന്നില്ല എന്നതാണ് കാലോചിതമായ ചോദ്യം. കേരളത്തിലെ 62 അണക്കെട്ടുകളിൽ 30 എണ്ണത്തോളം 70 വർഷത്തിലേറെ പഴക്കം ചെന്നതും ചോർച്ചയുള്ളതുമാണെന്നാണ് സർക്കാർ പറയുന്ന കാര്യം. പല അണക്കെട്ടുകളിലും വേണ്ടവിധം സുരക്ഷാ പരിശോധന നടക്കുന്നില്ലെന്നും ഡാം സേഫ്റ്റി കമ്മീഷൻ ഓരോ വർഷവും നടത്തുന്ന പരിശോധനയിൽ കേരളത്തിലെ വിവിധ ഡാമുകൾക്ക് ബലപ്പെടുത്തൽ അനിവാര്യമാണ് എന്നും റിപ്പോർട്ട് നൽകിയ ശേഷവും എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ വീഴ്ച വരുന്നത്? തേന്മല, പീച്ചി, മാട്ടുപ്പെട്ടി, അതുപോലെ തന്നെ ഭൂതത്താൻകെട്ട്, മലമ്പുഴ, പോത്തുണ്ടി, കാരപ്പുഴ, കഞ്ഞിരപ്പുഴ, കക്കയം, ബാണാസുര സാഗർ, പഴശ്ശി ഉൾപ്പെടെ നിരവധി അണക്കെട്ടുകൾ 100 വർഷത്തോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു നൂറ്റാണ്ട് മുൻപ് ലഭ്യമായിരുന്ന സാങ്കേതിക പരിജ്ഞാനത്തിൽ കല്ലും മണ്ണും ചുണ്ണാമ്പും കൊണ്ട് പണിത അണക്കെട്ടുകൾ ഇപ്പോഴത്തെ മിന്നൽ പ്രളയങ്ങളെ പ്രതിരോധിക്കാൻ ശേഷിയുള്ളവയല്ല. കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന അണക്കെട്ട് ഇടുക്കി ജില്ലയിൽ പെരിയാറിന് കുറുകെ സ്ഥിതി ചെയ്യുന്ന മുല്ലപ്പെരിയാറാണ്. ബ്രിട്ടീഷ് എഞ്ചിനീയറായ ജോൺ പെനിൻക്വിക് നിർമ്മിച്ച ഈ അണക്കെട്ട് 1895-ലാണ് പ്രവർത്തനക്ഷമമായത്. 130 വർഷത്തിലേറെ പഴക്കമുള്ള ഇത് ഒരു ഗ്രാറ്റുവിറ്റി ഡാമാണ്. കേരളം ഓരോ ദിവസവും ഭീതിയോടെ ഉറ്റുനോക്കുന്ന അണക്കെട്ട് തമിഴ്നാട് സർക്കാരിന്റെ നിയന്ത്രണത്തിലായതിനാൽ അറ്റകുറ്റപ്പണികൾക്ക് പോലും സാഹചര്യമില്ലാതെയായി. സുർക്കി പശയിൽ കല്ല് കോർത്തുകെട്ടി പണിത മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ അടിവശത്തെ സ്ഥിതി വിശേഷം ഇപ്പോഴും വ്യക്തമല്ല. സുർക്കി ഇളകി അടിത്തട്ടിലെ കരിങ്കല്ലുകൾ തെളിഞ്ഞു നിൽക്കുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളതെന്ന് വിദഗ്ധർ പറയുന്നു. തൃശൂർ ജില്ലയിൽ മണലി നദിക്ക് കുറുകെ 1957 നിർമ്മിച്ച പീച്ചി അണക്കെട്ട് കേരളത്തിലെ ആദ്യകാല ജലസേചന പദ്ധതികളിൽപ്പെട്ടതാണ്. 4 വർഷം മുമ്പ് അണക്കെട്ടിലെ സ്ലൂയിഡ് വാൽവിലുണ്ടായ ചോർച്ചയിൽ കേരളത്തിൽ പരക്കെ ആശങ്കയുണ്ടായിരുന്നു. 70 വർഷം മുൻപ് പണിത പീച്ചി അണക്കെട്ട് ബലപ്പെടുത്തേണ്ടിയിരിക്കുന്നു. പാലക്കാട് ജില്ലയിലെ മലമ്പുഴയിൽ ഭാരതപ്പുഴയുടെ കൈവഴിയായി മലമ്പുഴ നദിക്ക് കുറുകെ നിർമ്മിച്ചതാണ് മലമ്പുഴ അണക്കെട്ട്. 1955 ഇതിന്റെ നിർമ്മാണം പൂർത്തിയായി. നെയ്യാർ അണക്കെട്ട് 1958 ആണ് ഈ അണക്കെട്ട് പ്രവർത്തനം ആരംഭിച്ചത്. അതുപോലെ തന്നെ മുതിരപ്പുഴ ആറ്റിൽ 1954 നിർമ്മിച്ച മാട്ടുപ്പെട്ടി അണക്കെട്ടിന് 3/4 നൂറ്റാണ്ട് പഴക്കമുണ്ട്. കല്ലിൽ നിർമ്മിച്ച പഴയകാല അണക്കെട്ടിൽ സിമെന്റിന്റെ അംശം പോലും ചേർന്നിട്ടില്ല. 40 വലിയ ജലസംഭരണികൾ ഉൾപ്പെടെ കേരളത്തിൽ 52 അണക്കെട്ടുകളാണുള്ളത്. കേരളത്തിലെ രണ്ടാമത്തെ വലിയ അണക്കെട്ടുകളായ ശബരിഗിരി, പമ്പ അണക്കെട്ടുകൾക്ക് 60 വർഷത്തെ പഴക്കമാണുള്ളത്. ശബരിഗിരി, ഗവി, കക്കി ജലസംഭരണികൾക്കും പുറമെ 10 വലിയ തടയണകളുണ്ട്. കേരളത്തിലെ അണക്കെട്ടുകൾ 19 എണ്ണവും പെരിയാറിലും അതിന്റെ പോഷക നദികളായ മുതിരപ്പുഴയാറിലും പന്നിയാറിലുമാണ്. ഇതാണ് മുല്ലപ്പെരിയാർ തകർന്നാൽ പെരിയാറിലെ 19 അണക്കെട്ടുകളിൽ പലതും തകരുമെന്നതാണ് അപകട ഭീഷണി വർദ്ധിപ്പിക്കുന്ന കാര്യം. പത്തനംതിട്ട ജില്ലയിലെ 11 അണക്കെട്ടുകളും പമ്പാ നദിയിലും അതിന്റെ പോഷക നദികളായ കക്കിയാറിലും കക്കാട്ടാറിലുമാണ്. അതുകൊണ്ട് തന്നെ അണക്കെട്ടുകൾ മഴക്കാലത്ത് തുറക്കുമ്പോൾ പമ്പാ നദിയുടെ തീരങ്ങളിൽ വെള്ളപ്പൊക്കം പതിവാണ്. ഇക്കുറിയിലും കേരളത്തിലെ ഏറ്റവും കൂടുതൽ വെള്ളപ്പൊക്ക ഭീഷണി ഉണ്ടായത് പത്തനംതിട്ട ജില്ലയിലാണ്. ചാലക്കുടി പുഴയിൽ 5 അണക്കെട്ടുകളുണ്ട്. പാലക്കാട് ജില്ലയിൽ 11 അണക്കെട്ടുകളിൽ 7 അണക്കെട്ടുകളും ഭാരതപ്പുഴയുടെ അതിന്റെ പോഷക നദികളിലും ആണ് ഉള്ളത്. 3 കോടിയിൽ പരം ജനങ്ങൾ അധിവസിക്കുന്ന സംസ്ഥാനമാണ് കേരളം. കേരളത്തിന്റെ ഭൂപ്രകൃതി മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഏറെ വ്യത്യാസമാണ്. ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പോലെ പ്രളയവും മണ്ണിടിച്ചിലും ഉണ്ടായാൽ സംസ്ഥാനത്തെ ഏറെ ഡാമുകളെയും അത് തകർക്കാൻ കാരണമാകുമെന്ന് വ്യക്തമാവുകയാണ്. അണക്കെട്ടുകളുടെ സുരക്ഷയും ബലവും എപ്പോഴും അറിയിക്കാൻ പറ്റുന്ന യന്ത്രങ്ങൾ ഇക്കാലത്ത് ലഭ്യമാണെന്നിരിക്കെയാണ് ഡാമുകൾ സുരക്ഷിതമാകുന്നതിൽ സർക്കാർ വീഴ്ച വരുത്തിക്കൂടാ എന്നുള്ളത് വ്യക്തമാകുന്നത്. കേരളത്തിലെ ഏത് അണക്കെട്ട് തകർന്നാലും ലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് ജീവഹാനി ഉണ്ടാകുമെന്ന് വ്യക്തമാണ്. ഇതര സംസ്ഥാനങ്ങളിലും വിദേശികളിലും അണക്കെട്ടുകൾ തകർന്നുണ്ടായ വൻ ദുരന്തങ്ങൾ കേരളത്തിലും പാഠമാകേണ്ടതാണ്. അത് ഇനിയും സമയം അതിക്രമിച്ചു എന്ന് വ്യക്തം.